ഹായ്, എസ്എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പല റിലേഷൻഷിപ്പിലും കാണുന്ന ഒരു കാര്യമുണ്ട്, സെയിം ഫൈറ്റ് റിപ്പീറ്റ് അടിച്ച് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതായത് ഒരേ രീതിയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കാം, ഒരേ കാര്യത്തിൽ തന്നെ വീണ്ടും വീണ്ടും ഫൈറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളത് പലരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് സത്യമാണ്. ഒരുപക്ഷെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സെയിം ഫൈറ്റ് റിപ്പീറ്റ് അടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, അതും ഒരേ കാര്യത്തിന് വീണ്ടും വീണ്ടും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ നമുക്ക് ആ റിലേഷൻഷിപ്പിനോട് മടുപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ റിപ്പീറ്റ് അടിച്ച് വഴക്കുണ്ടാവാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. സോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വീണ്ടും വീണ്ടും ആ കാര്യത്തിന് തന്നെ വഴക്കുണ്ടാവുന്നുണ്ടാവുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ വഴക്കുണ്ടാവുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ വിളിച്ചപ്പോൾ ഒരു കോൾ എടുത്തില്ല എന്നോ, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു വേർഡ് നമ്മളെ ഹേർട്ട് ചെയ്തതോ, അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കാം. ആ ഒരു കാര്യം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. അവരെന്ത് പറയുമ്പോഴും നമുക്ക് ദേഷ്യം വരും. അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെ ഉള്ളിൽ കിടക്കുമ്പോൾ ദേഷ്യം വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദേഷ്യം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്, അതിന്റെ മെയിൻ റീസൺ എന്താണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങളുടെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ആവാൻ പോകുന്നില്ല. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കിടക്കുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും ദേഷ്യം വരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തെക്കുറിച്ച് മുഴുവനായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും ആ ഒരു പ്രശ്നം മുഴുവനായിട്ട് നിങ്ങൾ വിട്ട് കളഞ്ഞാൽ മാത്രമാണ് പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരു പ്രശ്നം അങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ് അത് സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടുപിടിക്കാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടുപിടിച്ചാൽ മാത്രം പോരാട്ടോ, അത് സോൾവ് ചെയ്യാൻ കൂടി നോക്കണം. അപ്പം എങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, അതിന്റെ മൂല്യ കാരണം അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഒരു വഴക്കുണ്ടാവുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ജയിക്കുക എന്നുള്ളതാണ്, വിൻ ചെയ്യുക എന്നുള്ളതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പാർട്ട്ണറെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരത് ഹേർട്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഈ ഒരു ജയിക്കുക എന്നുള്ളതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ജയിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും വഴക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് അത് നിങ്ങളുടെ പാർട്ട്ണറാണ് എന്നുള്ളതും, അതല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്, ലൈഫാണെന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുവാണ്, ലവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നം പകുതിയോളം ഇല്ലാണ്ടാവും. പക്ഷെ നമ്മളത് ശ്രമിക്കാറില്ല. കാരണം നമുക്ക് ആ സമയത്ത് ഉണ്ടാവുക വാശി മാത്രമാണ്. എങ്ങനെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങോട്ട് തോപ്പിക്കണം, അല്ലെങ്കിൽ അവരിനി ഒന്നും മിണ്ടാൻ പാടില്ല, അങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായത്തൊക്കെ വിളിച്ചു പറയും. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ദേഷ്യപ്പെടും. അത് നമ്മൾ ആ സമയത്ത് നമ്മൾ പറയുന്ന കാര്യമാണ് അവിടെ ശരിയായിട്ട് നിൽക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ്. ആ ഒരു ചിന്ത വെച്ച് നമ്മൾ അങ്ങനെ വഴക്കുണ്ടായി കഴിഞ്ഞാൽ വഴക്കുകൾ വന്നുകൊണ്ടേയിരിക്കും എന്നല്ലാതെ ഒരിക്കലും പ്രശ്നം സോൾവ് ആവുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ തോറ്റു കഴിഞ്ഞാലും അവർ തോറ്റു കഴിഞ്ഞാലും ഒക്കെ ഇല്ലാണ്ടാവുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ തോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്. ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ജയിക്കണം എന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഒരേപോലെ വിജയിക്കണം. എന്ന് വെച്ചാൽ നമുക്കെന്താ ചെയ്യാൻ പറ്റുക, രണ്ടുപേരും വഴക്കുണ്ടാക്കാതെ പോവുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് വിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യരുത്, അല്ലെങ്കിൽ വിൻ ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ വഴക്കുണ്ടാക്കാതിരിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്തായിരിക്കും എന്നുള്ളത് അറിയോ, നമ്മൾ സെയിം പേഴ്സണെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അവരെ തന്നെ, ഇപ്പൊ നിങ്ങളാണ് ഈ ഒരു വഴക്ക് ഉണ്ടാക്കുന്നത് എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണെന്ന് വിചാരിക്കാം. എപ്പോഴും നിങ്ങൾ അവരെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് അവർ ചെയ്ത മിസ്റ്റേക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, അവരാണ് എപ്പോഴും ഇരയായി മാറുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരും. നിങ്ങൾ 1-2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അങ്ങനെ അവരെ കുറ്റക്കാരാക്കി സംസാരിക്കുന്നുണ്ടാവും. പിന്നീട് അവർക്കത് ഇഷ്ടപ്പെടില്ല. അപ്പൊ അവര് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. സെയിം പേഴ്സൺ തന്നെ അവിടെ ഇരയാവേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, അവിടെ പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടക്കേട് വരും, വെറുപ്പ് വരും, മടുപ്പ് വരും, ഇതൊക്കെ ഉണ്ടാവും.
അപ്പോൾ ഒരാളെ തന്നെ എപ്പോഴും ഇരയാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പാർട്ട്ണറെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാം. ഇനി നാലാമത്തെ ഒരു കാര്യം എന്തായിരിക്കും എന്നുള്ളത് അറിയോ? മുമ്പേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും ഹീലാവാതിരിക്കുക എന്നുള്ളതാണ്. മുമ്പേ നിങ്ങൾ തമ്മിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറേ വന്നിട്ടുണ്ടായിരിക്കും, ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരിക്കും. ഇതൊന്നും ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രശ്നങ്ങളെ കൃത്യമായിട്ട് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ പാർട്ട്ണറുടെ ഫോണിൽ നിങ്ങളൊരു മെസ്സേജ് കണ്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വളരെ മോശമായിട്ട് തോന്നുന്ന, പാർട്ട്ണറോട് വിശ്വാസം നഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് കണ്ടു എന്ന് വിചാരിക്കാം. മേ ബി അത് അവരുടെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കും, ഒരു ഫ്രണ്ട് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ മെസ്സേജ് കാണുമ്പോൾ ഓഫ്കോഴ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത് തെറ്റായ രീതിയിലുള്ള ഒരു ചിന്തയായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം അവരോട് ചോദിച്ച് അതിനുള്ള സൊല്യൂഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെ കൺവിൻസ് ചെയ്യുന്ന ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ആ ഒരു പ്രോബ്ലം ഒരിക്കലും പോകാൻ പോകുന്നില്ല. അങ്ങനെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ കാര്യം വരുമ്പോഴും, അടുത്ത ഓരോ സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും, ഇപ്പോൾ അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾ ഇനിയിപ്പോൾ അവരെ വിളിച്ച് നോക്കുന്ന സമയത്ത് അവർ മറ്റൊരു കോളിലാണെന്ന് പറയുന്ന സമയത്ത്, അതല്ലെങ്കിൽ അവർ ഓൺലൈനിലുണ്ട്, നിങ്ങൾ അയക്കുന്ന മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾക്ക് മൈൻഡിലേക്ക് വരുന്നത് കണ്ട മെസ്സേജ് ആയിരിക്കും. ആരായിരിക്കും അത്? അവർക്കായിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടാവുക, അവരോടായിരിക്കും വിളിച്ച് സംസാരിക്കുന്നുണ്ടാവുക. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ആദ്യം. മുമ്പേ ഉണ്ടായിട്ടുള്ള നിങ്ങൾക്ക് കുറച്ചുകൂടി മുറിവേറ്റിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്ന ആ ഒരു പ്രശ്നം, അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ, അത് ഹീലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ മുമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതും പിന്നീട് അങ്ങോട്ടുള്ള പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കാം. ഇനി ലാസ്റ്റത്തെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്മ്യൂണിക്കേഷനിൽ വരുന്നൊരു പ്രോബ്ലമാണ്. നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കാം. എപ്പോഴും കുറ്റപ്പെടുത്തുക, പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അവർ ഒന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അവരെ ഒന്ന് വിളിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതന്നെ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് അത് ചെയ്തെന്നില്ലല്ലോ, അല്ലെങ്കിൽ അത് പറഞ്ഞില്ലല്ലോ, ഇത് പറഞ്ഞില്ലല്ലോ, നീ അന്ന് എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്യുക, സോൾവ് ആക്കുകയല്ല. പുതിയ പുതിയ പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തുകൊണ്ടേയിരിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താണ് അതിൻ്റെ മെയിൻ റീസൺ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു കാരണം, എന്തെങ്കിലും ഒരു കാര്യം, ഒരു കരട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ആ കരട് എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങളുടെ മനസ്സിലാണ് പ്രശ്നമുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കേ അത് അറിയുള്ളൂ, മറ്റാരോടും നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയേ പറ്റുള്ളൂ. മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത് തീരില്ല. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അത് എങ്ങനെയെങ്കിലൊക്കെ ഓക്കെ ആവണം, എന്താണ് കാര്യം എന്നറിയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും, ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, എന്തായാലും ഒരു തേർഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് അത്യാവശ്യമാണെന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്